ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു തേങ്ങ പത്തലിൻ്റെ റെസിപ്പി കാണാം. നമ്മുടെ നാട്ടിൽ എടക്കാട് തലശ്ശേരി ഏരിയയിലൊക്കെ ഇങ്ങനൊരു തേങ്ങപ്പത്തൽ ഉണ്ടാക്കാറുണ്ട്. ഇത് എല്ലാവർക്കും അറിയോ എന്നറിയില്ല. പിന്നെ നമ്മൾ എടക്കാട് മാത്രം ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. അത് ഞാനൊരു ദിവസം കാണിക്കാം. അതിനു മുമ്പ് ഇന്നത്തെ റെസിപ്പി പറയാം കേട്ടോ. ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള പച്ചരി, നമുക്ക് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് പച്ചരി കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചോറും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്തിട്ട് ഞാനിത് ഫൈനായിട്ടല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടും അരച്ചെടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും സ്പ്രെഡാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് ഇങ്ങനെ മാത്രം തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഇങ്ങനെ മാത്രം ചുട്ടെടുക്കാം. ഇനി അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, നമുക്ക് എത്രത്തോളം തേങ്ങ വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ അരിമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ചും കൂടെ ഓയിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഈ ഒരു തേങ്ങാപ്പത്തിൽ. ഇത് ശരിക്കും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മോർണിംഗിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒന്നുകിൽ മീൻ മുളകിട്ട കറിയോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ എന്ത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇന്ന് ഞാനിവിടെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് നല്ലൊരു തേങ്ങാ ചമ്മന്തിയായിരുന്നു. നമ്മൾ മോർണിംഗിൽ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയില്ലേ, മുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത തേങ്ങാ ചമ്മന്തി. അതുപോലെ തന്നെ ഒരു ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓംലെറ്റ് അത് എടുക്കുന്നവരെ പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഓംലെറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പറയാൻ വാക്കുകളില്ല. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്കിനൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.